ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടന്നൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം വയ്യാണ്ടാവുക, ബെഡ് റെസ്റ്റ് ആവുക, ഒരു റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടാന്ന് പറയുമ്പം അത് ആ ആളെ എന്തുമാത്രം മെൻ്റലി എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. എൻ്റെ വാപ്പ ഇപ്പോൾ കടന്നു പോകുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് 2 ദിവസം മുന്നേ വരെ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്ന വാപ്പായാണ്. പെട്ടെന്നൊരു ദിവസം വയ്യാണ്ടായി ഇങ്ങനെ ബെഡ് റെസ്റ്റ് ആയ ഒരാളാണ്. അപ്പം ഇത് വാപ്പായെ മെൻ്റലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത്, അതായത് വീട് പണി ഇങ്ങനെ കിടക്കുന്നതും, അതായത് ഇത്രയും നാൾ ആക്റ്റീവായിട്ട് നടന്ന് ഇപ്പോൾ റൂമിൽ തന്നെ ആണല്ലോ എന്നൊക്കെ ആലോചിച്ച് ഡിപ്രഷൻ അടിച്ച് ഒരു സെക്കൻഡ് പോലും വാപ്പാക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പം ഒരു മനുഷ്യന് മിനിമം ഒരു 6 മണിക്കൂർ ഉറക്കം വേണം. അപ്പം ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും 1 മണിക്കൂർ ഉറങ്ങുന്നുണ്ടായിരിക്കും, 2 മണിക്കൂർ ഉറങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല, വാപ്പായെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ വീട്ടിൽ വന്ന് ഡിസ്ചാർജ് ആയി 1 വീക്കായി. സോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം മുതൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ ഒരു 16 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ഈ 16 ദിവസവും വാപ്പ ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല. അത് വാപ്പയുടെ മുഖം കാണുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. കണ്ണൊക്കെ ചുവന്ന് ഇപ്പം വാപ്പ ആണെന്ന് പോലും പറയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് വാപ്പ ഇരിക്കുന്നത്. സോ ഞങ്ങൾ ഇത് കണ്ട് ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞത് ഇതാണ്, വാപ്പയുടെ മനസ്സ് ഓക്കെ അല്ല, ഇരുന്ന് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് പറ്റുന്നതാണ്. അപ്പം ഡോക്ടർ ഗുളികയൊക്കെ കൊടുത്ത് ഒരു 10 ദിവസം ഗുളിക കഴിച്ചിട്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട് കാമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടുവേദനയുടെ വിഷയം കാരണമാണ് വാപ്പാക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത്. അപ്പം ആ ഒരു കാര്യം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, വാപ്പ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് വെച്ചാൽ കിടക്കുന്ന ബെഡിൽ നിന്ന് ഒന്ന് എണീക്കണമെങ്കിൽ ഒരാൾ വന്ന് പിടിക്കണം. അത്രയ്ക്ക് വേസ്റ്റ് ഒരു കണ്ടീഷനിൽ നിന്നാണ് വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം അത് വെച്ച് ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ടെന്നല്ല, കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അതായത് കിടക്കുന്ന ബെഡിൽ നിന്നൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യും. കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അടുത്ത പുതിയൊരു കാര്യം, അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മാറി ഓരോ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ വരണേന്ന്.